പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാറുമായിട്ട് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോവാണ്. അവിടെയാണ് നമ്മൾ ഇന്നലെ വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടത്. നമ്മൾ സ്റ്റഡി ടൂറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനാണ് എത്തിയത്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങ് പോകുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ചയാകാറാവുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാറെടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ പോകണം. നമ്മുടെ കൊമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അങ്ങനെ ഇട്ടേക്കുന്നു. ഇനിയിപ്പോൾ വണ്ടി അവിടുത്തെ പണി കഴിഞ്ഞിട്ട് അവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് വേണം ചെറിയ രീതിക്ക് വണ്ടിയിൽ കുറച്ച് വയറിങ്ങിൻ്റെ വർക്കും കൂടെ ഉണ്ട്. സോ അതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തീർത്തിട്ട് വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, സർവീസ് ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഒന്ന് വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് ക്ലീനാക്കി ഇടണം. അടുത്ത ഓട്ടോ ഉണ്ട് ഇനി. ഓക്കെ, അപ്പോൾ അടുത്ത ഓട്ടോ ഞാൻ തന്നെയാണ് പോകുന്നത്. സോ അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് വേണം നമുക്ക് വണ്ടിയുടെ അടുത്ത് പോകാനായിട്ട്. ഓക്കെ, ഇവിടെ അടുത്ത് പുള്ളിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. സോ അവിടെ കയറ്റി വണ്ടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മുടെ ചെറുക്കനെ നോക്കാം. അപ്പം വണ്ടി ഇന്നലെ വെളുപ്പിന് വന്നപ്പോൾ തന്നെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല കറയും ചെളിയെല്ലാം പിടിച്ച് കിടക്കുവാണ് വണ്ടിയിലൊക്കെ. അപ്പം അവനെ ഒന്ന് കഴുകി എടുക്കണം. ഓക്കെ, അപ്പം സോ ഇതൊരു വണ്ടി കഴുകുന്ന ഒരു ചെറിയൊരു വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ചെറുക്കൻ ഗ്യാരേജ് ഫുള്ള് ചെളി പിടിച്ച് കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. വൈറ്റായിട്ട് നമ്മൾ ട്രിപ്പ് എടുക്കാൻ പോയി വന്നപ്പോൾ ഗ്രേ കളറായിരിക്കുവാണ് വണ്ടിയിൽ. ഓക്കെ, ഇപ്പം ഇവനെ മൊത്തം തേച്ച് വെച്ച് കഴുകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ജസ്റ്റ് ആ കൊമ്പ് വെച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കൊമ്പും കാര്യങ്ങളെല്ലാം നമ്മൾ അതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ റൈറ്റ് സൈഡിലെ പോലെ തന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല എല്ലാം റീപ്ലേസ് ചെയ്ത് പക്ക ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയിൽ വന്ന് ചെറിയൊരു തട്ടിലും നമ്മൾ പോരായ്മ മാറ്റിയിട്ടുണ്ട്. പിന്നെ അകത്ത് സ്പീക്കറിൻ്റെ കുറച്ച് ചെറിയൊരു വയറിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോൾ ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കും. സോ ഞാൻ ജസ്റ്റ് ഇപ്പം പുറത്തിറങ്ങി നിങ്ങളൊന്ന് കാണിച്ചു തന്നെ എന്തോരം ചെളി നമ്മുടെ വണ്ടി ഒരു ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം പിടിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളവിടുന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം പതുക്കെ റിവേഴ്സ് എടുക്കുവാണ്. ഇന്നിപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് നേരെ വണ്ടിയായിട്ട് പോയി കഴുകണം. ഓക്കെ, അപ്പം സാധാരണ നമ്മളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെഷീൻ ബേസ് ചെയ്തൊന്ന് വാഷ് ചെയ്യാറാണ്. ഓക്കെ, സമയമില്ലാത്തപ്പം. സമയമുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ തന്നെ വണ്ടി കാര്യങ്ങളെല്ലാം കഴുകും. സോ ഇന്നിപ്പോൾ നമുക്ക് ട്രിപ്പിന് മുമ്പ് കുറേ സമയമുണ്ടല്ലോ. അടുത്ത ട്രിപ്പ് പോകുന്നതിന് മുമ്പ് അത്യാവശ്യം സമയം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടേതായ രീതിക്ക് ആണ് അവിടെ കൊണ്ടിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകാൻ പോകുന്നത്. ഇനിയിപ്പോൾ നേരെ നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ വാഷ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. വിഷ്വൽസ് ഒത്തിരി ദൂരമൊന്നുമില്ല. നമ്മുടെ വർക്ക്ഷോപ്പും വാഷ് ചെയ്യുന്ന സ്ഥലം ഏകദേശം അടുത്തടുത്താണ്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ പോലും ഇവിടെ ആയിരുന്നപ്പോഴും വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനിയിപ്പം ഈ വാഷിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വണ്ടി കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടിടാനായിട്ടാണ് പ്ലാൻ വെച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നേരെ ട്രിപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് പോകാനായിട്ടാണ്. സോ ഇതുവരെ വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് കയറാറായിരിക്കുകയാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറുക്കനായിട്ട് വണ്ടി നമ്മുടെ ചെറുക്കനെ പതുക്കെ വളച്ചെടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നേരെ കൊണ്ട് കഴുകാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. ഞാൻ ഇവിടെ നിന്ന് ചെറിയൊരു മെഷീനും കാര്യങ്ങളൊക്കെ എടുത്തു ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടും ബാക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടായിരുന്നു. അതിൻ്റെ വീഡിയോ റെക്കോർഡായില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ചെടിയും കാര്യങ്ങളെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് ഒന്നുകൂടെ കഴുകണം. ഓക്കെ, വാഷിങ് അതൊക്കെയാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ പരിപാടികൾ. ഓക്കെ, വണ്ടിക്കകത്ത് പാട്ടും കാര്യങ്ങളെല്ലാം വെച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഓണാക്കിയിട്ടില്ല. കാരണം ഇവിടെ റോഡ് സൈഡും കൂടി ആയതുകൊണ്ട് ചെറിയ രീതിക്ക് പണിയും കാര്യങ്ങളെല്ലാം കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ വണ്ടി തട്ടി. സോ അപ്പം നമ്മൾ പോയി നോക്കി പറഞ്ഞിട്ട് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴിയുന്നു. പിന്നെ ഇവിടെ വോക്കലും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം പോലീസുകാരൊന്നും ഫൈനും കൂടെ എടുത്താൽ തീർന്നു വീഡിയോ വന്നു.
സോ അതുകൊണ്ട് നമ്മൾ മാന്യമായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളായിട്ട് കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ബാക്ക് ഒരുവിധം സെറ്റാക്കി അപ്പുറത്തെ സൈഡ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലുക്കും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുള്ളി ഒരു 1-2 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം വണ്ടിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി കാണാം, നല്ല തിളങ്ങുന്നുണ്ട് വണ്ടി ഇപ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് ചോദിച്ചു. ഇപ്പോൾ അത്യാവശ്യം തൽക്കാലം നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വണ്ടിയെ സെറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സീസണിൽ വല്ല സംഭവം സെറ്റ് ചെയ്താലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളെ അമ്മമാർ വിളിച്ചു, വണ്ടിയായിട്ടങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ വണ്ടിയുടെയൊക്കെ വണ്ടി ഇടത്തില്ലേ അവിടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാരണം അവന്മാർക്ക് വണ്ടിയുടെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ ചെറിയൊരു സംഭവം കയറ്റാനുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ അവിടെ കൊണ്ടിട്ടേക്കാന്ന് ഓർത്ത് അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളും എടുത്ത് നേരെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇവിടെ വളച്ചൊടിച്ച് കയറ്റിയിടണം. ഓക്കെ, അവന്മാരവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ അതൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ ചെറുക്കനെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അവന്മാർ സാധനവും കാര്യങ്ങളെല്ലാം കയറ്റുന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് പോകാനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.